ഇതുപോലെ സ്ക്രൂവോ ആണിയൊക്കെ മറ്റേ കയറിയിട്ട് പഞ്ചറായ ഒരു ടയർ, സൈക്കിൾ പമ്പ്, നമ്മുടെ സാധാരണ സൈക്കിൾ പമ്പ് ഉപയോഗിച്ചിട്ട് കാറ്റടിച്ച് നിറച്ച് നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ട്യൂബ്ലെസ് ടയറിൽ ഒരു ആണിയോ മറ്റോ കൊണ്ട് ഒരു പഞ്ചർ വന്നാൽ നമുക്കറിയാം ഒറ്റയടിക്ക് അത് ഫ്ലാറ്റ് ആവാറില്ല. സാധാരണ ട്യൂബ് ഇടുന്ന ടൈപ്പ് ടയറുകൾ പോലെ അത് ഫ്ലാറ്റ് ആവാറില്ല. അതുപോലെ തന്നെ പഞ്ചറായാൽ കുറച്ച് നേരത്തേക്ക് കൂടി അധികം നേരത്തേക്ക് കൂടി നമുക്ക് ഓടിക്കാൻ പറ്റും. ഇനി ഫുൾ ഫ്ലാറ്റ് ആയാൽ വീണ്ടും നമുക്ക് കുറച്ചുകൂടി കാറ്റടിച്ച ശേഷം വീണ്ടും കുറച്ച് ദൂരം ഓടിക്കാനൊക്കെ സാധിക്കും. ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്, നമ്മൾ കാർ ഉപയോഗിക്കുന്ന എല്ലാവരും. അപ്പോൾ ഇവിടെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ കാറ്റടിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മളൊരു സൈക്കിൾ പമ്പ് വെച്ചിട്ട്, സൈക്കിളിന് കാറ്റടിക്കുന്ന പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കാറിൽ കാറ്റടിക്കുന്ന എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. മിക്കവാറും ടാക്സി ഡ്രൈവേഴ്സൊക്കെ ഇത് ചെയ്ത് നോക്കാറുള്ളൊരു കാര്യമാണ്. അവരുടെ കയ്യിൽ മിക്കവാറും ചില ആളുകളുടെ കയ്യിലേക്ക് ഒരു സൈക്കിൾ പമ്പ് ഉണ്ടാവും. ഇനി അതെല്ലാം പോകുന്ന വഴിക്ക് ഇങ്ങനെ മറ്റോ ആയിക്കഴിഞ്ഞാൽ അവർ പോകുന്ന വഴിക്ക് ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് സൈക്കിൾ പമ്പ് വാങ്ങി കാറ്റടിക്കുകയോ മറ്റൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ടെക്നിക്ക് നമ്മളിന്നൊന്ന് ചെയ്തു നോക്കാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ്, കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവിധ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ പുറകിലെ റൈറ്റ് സൈഡിൽ ഈ ടയറിലൊരു സ്ക്രൂ കയറിയിരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് പഞ്ചറാക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ കാറ്റടിച്ച് നിവർത്തുന്നത്. അതായത് എൻ്റെ കയ്യിലൊരു സൈക്കിളിൻ്റെ ഒരു പമ്പുണ്ട്. ഈ പമ്പിൻ്റെ മുകളിലെ ഭാഗം 2 ഹോൾസ് നമുക്ക് കാണാം. ഇതിൻ്റെ മുകളിലെ ഭാഗമാണ് നമ്മളിതിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഞാൻ ഒന്ന് അടുപ്പിച്ച് കാണിക്കാം. മുകളിലെ ഭാഗമാണ് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മളത് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്തതിന് ശേഷം കാറ്റ് കയറുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് ട്യൂബ്ലെസ് ടയറിലാണ് ഇത് പോസിബിൾ ആയിട്ടുള്ളൂ. ട്യൂബ് ടൈപ്പ് ടയറിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. ട്യൂബ്ലെസ്സിൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് വീൽ കപ്പ് ഒന്ന് അഴിക്കാം. ഓക്കെ, ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് കണ്ടല്ലോ, ഇത് ഒരു നിസ്സാര സാധനമല്ല. നമ്മുടെ സൈക്കിളിൽ മാത്രം അല്ലെങ്കിൽ ഫുട്ബോളിൽ മാത്രമൊക്കെ കാറ്റടിക്കാനുള്ളൊരു സാധനമല്ല. നമ്മുടെ കാറിലും ബൈക്കിലുമൊക്കെ അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഇതുപയോഗിച്ച് നമുക്ക് കാറ്റ് നിറയ്ക്കാം. ഒരു 100 രൂപ 150 രൂപ കൊടുത്തിട്ട് ഇത് നമ്മുടെ കാറിൽ ഒരെണ്ണം വാങ്ങി വയ്ക്കുകയാണെങ്കിൽ അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. ഇനി അതുപോലെ തന്നെ ഇത് ബൈക്കിലും കാറ്റടിക്കാം. എൻ്റെ ബൈക്കാണ്. ബൈക്കിൻ്റെ ഫ്രണ്ട് ടയറിൽ നമ്മൾ കയറി ഇരുന്ന് കഴിയുമ്പോൾ ഒരല്പം കാറ്റ് കുറവുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. കാരണം തീരെ ഫ്ലാറ്റല്ല. തീരെ ഫ്ലാറ്റായിട്ടിരിക്കുന്നതിലേക്ക് അടിച്ചാലേ നമുക്കത് ഒരു വീഡിയോയിലൊക്കെ പിടിക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനത് അടിച്ച് കാണിക്കുന്നില്ല. എനിവേ കാറിലടിച്ചാൽ കയറുമെങ്കിൽ പിന്നെ ബൈക്കിലടിച്ചാൽ കയറാൻ പാടുന്നില്ല. ബൈക്കിലടിച്ചാലും കയറും. ഇത് ബൈക്കിൽ ഉപയോഗിക്കാറുള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള ബൈക്കിലോ കാറിലോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ കാറിൻ്റെ ടയറൊക്കെ കാറ്റടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. നമ്മളിത് വെച്ച് കാറ്റടിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടത് ഏകദേശം ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് പമ്പ് ചെയ്തതിൻ്റെ ഒരു എഫർട്ടാണ് കാണുന്നത്. എനിവേ നമ്മളൊരു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പെട്ടുപോയാൽ അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. 5 മിനിറ്റൊക്കെ നമ്മൾ ഈ പമ്പ് വെച്ചിട്ട് കാറ്റടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ അതൊന്നും ഒരു പ്രശ്നമാവില്ല നമുക്ക്. അപ്പോൾ ഇതോർണം കൊണ്ടു നടക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ടിപ്പുകൾ ലഭിക്കാനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.